പിൻവാതിൽ വഴി ഒളിച്ചും പാത്തും വരുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല. ഇനി എന്തെങ്കിലും ആട്ടെ പോട്ടെ എന്ന് കരുതിയാൽ തന്നെ അവളും അവളുടെ വീട്ടുകാരോട് ചെയ്തോ. സുഭാഷനും ഇവർക്കുമെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ലേ? ഒരു ഫ്രോഡ് ഫാമിലി അത്. എന്റെ മോളെ, കോളേജിൽ പോയി വലിയ ആർക്കിടെക്ചർ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. മനുഷ്യരെ നിരീക്ഷിക്കാനുള്ള ബോധം വേണം. അത് നിനക്കില്ല. എടാ പിള്ളേരെ, ഇവളുടെ വാക്കം കേട്ടിട്ട് പോയി നാണം കെടാൻ നിൽക്കണ്ട. ഇവക്ക് ആ കുടുംബക്കാരെ അറിയില്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ശിവനെ, അച്ഛൻ പറയുന്നിട്ട് നിങ്ങൾ മനസ്സ് മാറണ്ട. നമുക്ക് എന്തായാലും പോയി സംസാരിച്ചു വരാം. അതിലൊരു മാറ്റമില്ല. എന്താ മതിയോ? മതി മതി. ഞാൻ നോക്ക്. ഓ, അന്ന് പോലീസിനെയും കൂട്ടി വാ. ഇന്നെന്താ കൂടെ പട്ടാളമാണോ? അല്ല, കൂടെ ഓ, കൂടെ വാനര സംഘം ഉണ്ടോ? ഇന്നെന്താ ഉദ്ദേശം? വീട് കയറി ആക്രമിക്കാനാണോ അതോ? ഇവരെന്ന് ഞാൻ നമ്മളെ രക്ഷയൊന്നും ഉണ്ടാക്കണ്ട. പ്ലീസ്, ഞങ്ങളൊരു കാര്യം സംസാരിക്കാൻ വന്നതാ. നിങ്ങളൊക്കെ ഇവിടെ വന്ന് എന്ത് സംസാരിക്കാനാ? ആരാ ലളിതേ? കുടുംബത്തിന്റെ പേര് കെടുത്താൻ എന്റെ അമ്മ പെറ്റിട്ട ഒരുത്തനില്ലേ, വലിയ വയസ്സുള്ള ഭാസ്കരൻ. അവന്റെ 3 വാനരമാരും അതിലൊരുത്തനെ കെട്ടിയോളുവാ. ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ വന്ന് വഴക്കുണ്ടാകാൻ നിനക്ക് എന്താ അവകാശം പെണ്ണേ? അന്നത്തെ പോലീസ് സ്റ്റേഷൻ വിഷയത്തോടെ നിങ്ങളോട് സംസാരിക്കാനേ പാടില്ലെന്ന് തീരുമാനിച്ചതാണ് ഞാൻ. പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യം പോയത് നിങ്ങളല്ലേ അമ്മാവ? അമ്മാവനോ? ആരാണ് എന്റെ അമ്മാവൻ? അമ്മായി കെട്ടിയ പിന്നെ അമ്മാവെന്ന് വിളിച്ചല്ലേ പറ്റൂ. അയ്യടാ, അങ്ങനെ നിന്നെ അമ്മായി ഒന്നും ആക്കണ്ട. അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടൊന്നല്ല, പിന്നെ നിവൃത്തിയില്ലാണ്ടായി പോയി. എന്തോ ഉറക്കെ പറയടാ. ഹരീഷ്, ആരാളിയാ? എന്താ നിന്റെ ചീത്തപ്പടി കേട്ടപ്പോഴും തോന്നി എന്താണ് അങ്ങനെയൊക്കെ കൂടെ കാര്യം. പോയി അകത്തിരിക്കടി. പോടി. ഞങ്ങള് സുനന്ദയുടെ കാര്യം സംസാരിക്കാൻ വന്നതാ. അവളുടെ കാര്യം സംസാരിക്കാനും ചെയ്യാനും ഞങ്ങൾ ഇവിടെ ഉണ്ട്. അത് തന്നെ ധാരാളമാ. അധികം സംസാരിക്കാൻ നിൽക്കാതെ പോവാൻ നോക്ക്. സുനന്ദയ്ക്ക് സുഭാഷ് ചേട്ടനെ ഇഷ്ടം. സുഭാഷ് ചേട്ടനെ തിരിച്ചും. അത് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാന്ന് കരുതിയ ഞങ്ങൾ ഒരുമിച്ച് വന്നത്. ഒരു വീട്ടിൽ വന്ന് എങ്ങനെ പെണ്ണ് ചോദിക്കണം ഞങ്ങൾക്ക് അറിയില്ല. ചോദിച്ച് പഴക്കമില്ല. വിരോധം ഇല്ലെങ്കിൽ നമുക്ക് അകത്തിരുന്ന് സാവകാശം സംസാരിച്ചൂടെ? എന്റെ വീടിന്റെ അകത്ത് കയറുന്ന സംസാരിക്കണം അല്ലേ നിനക്ക്? അതും എന്റെ മോളെ ആ കോന്തനെ കെട്ടിച്ചു കൊടുക്കുന്ന കാര്യം പറയാം. നീയാള് മോശമല്ലല്ലോടി. ഇവന്മാർക്കോ കുടുംബത്തോടെ നാണോ മാനോ ഇല്ല. ഇവന്മാരുടെ കൂടെ ചേർന്ന് നീ അങ്ങനെയായോ? ഞാൻ എന്റെ മോൾക്ക് ദുബായിക്കാരൻ ഒരു ചെറുക്കനെയാ കണ്ടുവച്ചിരിക്കുന്നേ. നല്ല അന്തസ്സോ ആഭിജാത്യവും ഇല്ല, നല്ല തറവാട്ടി പിറന്നു വെച്ചേ. അങ്ങനെ ഒരു ബന്ധം വന്ന് നിൽക്കുമ്പോ ഞാൻ എന്റെ മോളെ ഒരു കൊലപ്പുള്ളിയുടെ കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടണമെന്നാണ് നീ പറയുന്നത്? ഇവിടെ മരക്കഴുതകളെ, ഇവക്കോ കാര്യങ്ങൾ അറിയില്ലെന്ന് കരുതാം. പക്ഷെ ഇവളിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ എന്നാ പിന്നെ ലളിതയുടെ മോളെ കല്യാണം ആലോചിക്കാന്ന് കരുതി ഇവളുടെ വാലെ തൂങ്ങി വരാൻ നിനക്കൊന്നും ഒരു ഉളുപ്പില്ലടാ. അതെങ്ങനാ? ആസനത്തിൽ ആല് മുളച്ച ആദ്യം തണലായി കാണുന്ന വർഗമല്ലേ? നാണം കെട്ട നാറികള്. നീ പഠിച്ച പെണ്ണാണെന്നാണല്ലോ പറയുന്നത്. സാമാന്യബോധം എന്നത് നീ ഒരു കോളേജിലും പഠിച്ചിട്ടില്ലേ? നീ ഇവരെയും കൂട്ടി ഒന്ന് സംസാരിച്ചാല് ധനശേഖരൻ ഒരു കൊലയാളിയുടെ മോളെ കെട്ടിച്ചു കൊടുക്കും നീ കരുതിയോ? ഇവരുടെ അച്ഛനോടുള്ള ദേഷ്യം ഇവരോട് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് സമാധാനത്തോടെ നിങ്ങളുടെ മകളോടൊന്ന് സംസാരിച്ചു നോക്ക്. അവളുടെ മനസ്സപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. സുഭാഷിനോട് അല്പനേരം സംസാരിച്ചു നോക്കൂ. ആ മനസ്സ് എങ്ങനെയുള്ളതാന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്തിരി ഉള്ളപ്പോ മുതൽ കാണാൻ തുടങ്ങി അവനെ. ഇനി നീയായിട്ട് ഒന്ന് പരിചയപ്പെടുത്തണ്ട. എന്റെ മോൾക്ക് ഞാൻ അതിലും അന്തസ്സുള്ള ആളെയാ കണ്ടെത്തിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടെത്തിയാളെ കൊള്ളാവുന്ന ആളായാൽ മാത്രം മതിയോ? അവരെ നിങ്ങളുടെ മകൾക്ക് ഇഷ്ടപ്പെടണ്ടേ? ഇവർക്ക് ഇഷ്ടമായോ ഇല്ല ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളുടെ ആളുടെ ഉപദേശം തൽക്കാലം വേണ്ട. ഉപദേശിക്കല്ലെങ്കിൽ അപേക്ഷിക്കുക. അതും സുഭാഷ് ചേട്ടന് വേണ്ടിയല്ല, നിങ്ങളുടെ മകൾക്ക് വേണ്ടി. നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ മോളോട് ചോദിച്ചു നോക്ക്. അവള് പറയും സുഭാഷ് ചേട്ടനെ ഇഷ്ടമെന്ന്. നിങ്ങളുടെ വാശിക്ക് വേണ്ടി അവളുടെ ജീവിതം കുരുതി കൊടുക്കണോ? എല്ലാവർക്കും കൂടി ഒന്നിരുന്ന് സംസാരിച്ചു തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്റെ മോളെ ചെറുപ്പം മുതലേ ഓരോന്ന് പറഞ്ഞ് വശീകരിച്ചതാ അവൻ. അവൻ ഇവിടെ പ്രായം നോക്കണേ. ആദ്യം 12 വയസ്സാ വ്യത്യാസം. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ കൽപ്പണിക്ക് പോയി തുടങ്ങിയത് അവൻ. അന്ന് അവന് പ്രായം 15 വയസ്സ്. അന്ന് എന്റെ കുട്ടിയുടെ മുട്ടിൽ എഴുന്നേ ഉള്ളൂ. അന്നൊക്കെ വന്ന് ഞങ്ങൾ ആരും അറിയാതെ തോളിലെടുത്ത് കൊഞ്ചിച്ച് നടക്കുമ്പോ അവന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. അതെ, അറിഞ്ഞിരുന്നെങ്കിലേ അന്നേ അവനെ ഞങ്ങളങ്ങ് അവസാനിപ്പിച്ചേനെ. അതെ അറിയാ. ഇത്തിരി പ്രായം കൂടിയ ആണുങ്ങളോട് ചില പെണ്ണുങ്ങൾക്ക് ചില ആവശ്യമൊക്കെ തോന്നും. പ്രത്യേകിച്ച് അച്ഛൻ നാട്ടിലില്ലാത്ത കുട്ടികൾക്ക്. അവരെ ചേർത്ത് പിടിച്ച് ഉപദേശിച്ചും ഓരോന്ന് പറഞ്ഞു വളച്ച് സ്വന്തമാക്കാൻ നോക്കുന്നവന്മാരെ എന്താ ചെയ്യേണ്ടത് ഞാൻ പറയുന്നില്ല. കാരണം നീ ഒരു പെണ്ണായി പോയി. എടാ കഴുതകളെ, ഈ പെണ്ണ് വിളിച്ചപ്പോ അപ്പോ തന്നെ നിങ്ങൾ കൂടെ വരാൻ തയ്യാറായി അല്ലേ? നിങ്ങളുടെ നിലയും വില എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കാൻ നോക്ക്. നിങ്ങൾ ഇവിടെ വന്ന് പെണ്ണ് ആലോചിച്ചാൽ തന്നെ അത് ഞങ്ങൾക്ക് നാണക്കളല്ലേ? ഇതാണ് ഞാൻ ആദ്യമേ വരണ്ടെന്ന് പറഞ്ഞേ. അവർക്ക് ഇഷ്ടമില്ലാത്ത പോട്ടെ. ഇങ്ങനെ നാണം കിടന്ന കാര്യമുണ്ടോ? ഹരിച്ചേട്ടാ ഒന്നും മിണ്ടാണ്ടിരിക്കടാ. എടി, നിന്നെ പോലെ ഒരു പെണ്ണിന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞവരെ നാണമില്ലേ? അതെങ്ങനാ? നാണോ മാനോ ഉള്ളവളായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോരില്ലായിരുന്നല്ലോ അല്ലേ? മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങളുടെ മകള് സുഭാഷ് ചേട്ടന് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഞങ്ങളെയും കൂട്ടി ഇവിടെ വന്നത്. മര്യാദ എന്താണെന്ന് അറിയാമായിരുന്നെങ്കിലേ നിങ്ങൾ ഈ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കാനേ പാടില്ലായിരുന്നു. ഇങ്ങോട്ട് കയറി വന്നിട്ട് ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നോടാ. ഇനി ഒരു നിമിഷം ഇവിടെ നിന്നാ ഞാൻ അയാളെ അടിക്കും, ഉറപ്പാ. അത് ശരി, ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ഞങ്ങളെ കൊല്ലാൻ നോക്കുന്നു. നിങ്ങളെ കാണുന്നില്ല ഇതൊക്കെ? എന്റെ മോളുടെ കല്യാണം ഞങ്ങൾ വേറെ ഉറപ്പിച്ച് വെച്ചിരിക്കുക. ഇവരെ കുടുംബത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ? അയ്യോ പാവം. ആ വീട്ടിലേക്ക് എന്റെ മോളെ അയച്ച് അവളുടെ ജീവിതം തളയ്ക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അതിന് വീട്ടിൽ കയറി വന്ന് തല്ലും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ അത് ചോദിക്കാൻ നാട്ടുകാരൊന്നും ഇല്ല ഇവിടെ. ഞങ്ങളുടെ നേരെ എന്താവാനാണോ? ഞങ്ങള് വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. ഇതെങ്ങാനും എന്റെ മോളെ കെട്ടാൻ വരുന്ന ചെറുക്കന്റെ വീട്ടുകാരറിഞ്ഞ എന്താവും അവസ്ഥ? അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ കിടന്ന് അലമ്പുണ്ടാക്കുന്നേ? അതെ, അവര് വേറെ കല്യാണം നിശ്ചയിച്ചതല്ലേ. വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കാതെ പോവാൻ നോക്കും സുധീഷേ. അതെ, അനിയന്മാരെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. വാ പോവാം, ഇനി നിന്ന് ശരിയാവില്ല. അതെ, ഇനി നിന്ന് എന്റെ കൺട്രോള് പോവും. ഇറങ്ങി പോടാ. എന്നും ഇങ്ങനെ തന്നെയാ. ഇവിടെ ഒന്ന് വഴക്കുണ്ടാക്കാൻ നിൽക്കുക. എനിക്ക് എന്റെ മോളെ
കേട്ടടി കേൾക്കൂടാത്ത എടി കേൾപ്പാൻ നിന്ന് കരയുന്നു പയ്യ പയ്യ देखो ആകെ വരുന്നെന്ന് നോക്ക്. എടാ നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു പെങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞ് പോയിട്ട് മാസം 6 കഴിഞ്ഞു. बहुत बिजी हो गया था तिरक बहुत तिरक वापस आने का मौका नहीं मिला. ആ അതെ പോകുന്നതിന് മുമ്പ് മണിയായിട്ട് മലയാളം പറഞ്ഞിരുന്നവൻ ഇപ്പൊ അതും മറന്നു. मरदिल्ला भाई कैसे भूल सकता हूँ केरला मेरा गल्फ है. ഓഹോ അതെ ഇനി ഈ ഗൾഫിൽ നിന്ന് തിരിച്ചു പോവാന്ന് വിചാരിക്കണ്ട. പണിക്ക് ആളെ കിട്ടാതെ ഞാൻ വേണം വിഷമിക്കുക. അടുത്തൊന്നും ലീവില്ല കേട്ടല്ലോ. ओके लीव वेंडा 3 साल की बात ही मैं छुट्टी मांगूंगा. ഇപ്പൊ 3 വർഷം കഴിഞ്ഞ മതി എന്നൊക്കെ പറയും. 3 മാസം കഴിയുമ്പോ അവൻ തുടങ്ങും. इल्ला सुबह सेटा नहीं. ശരി പോയി തുടങ്ങിയോ. ആ, ആ. നീ പോരിക്കും. ഹലോ സുഭാഷ് അല്ലേ? ആ അതെ ആരാ? എടാ ഞാൻ ബാലുവാടാ. ഏത്? എടാ പ്രഭാസനിലുള്ള ബാലു. ആ ബാലകൃഷ്ണ പറ. തന്റെ അനിയന്മാരും സുധീഷിന്റെ ഭാര്യയും കൂടി ആകെ എങ്ങോട്ടിനെ വീട്ടിൽ ഭയങ്കര അലമ്പാണല്ലോ. അലമ്പോ? ആ വെറുതെ അവിടെ കിടന്ന് തുറന്ന കണ്ടു. എവരും എന്തൊക്കെ പറയുന്ന കേട്ടു. എന്തിനാടാ അവരുടെ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കും? മൈൻഡ് ചെയ്യാതെ വിട്ടാ പോരെ. അല്ല ഇപ്പൊ അവിടെ ഉണ്ടോ? ഞാൻ അതേ കണ്ടിട്ടാ വരുന്നത്. എന്നെ ഒന്ന് വിളിച്ചു പറയാന്ന് കരുതി. ആ ശരി. ശരി. അയ്യാ ആ കവറും എടുത്തേ. നീ ഓക്കെ? हाँ सेटा അതെ ഞാൻ പോരാ. നിങ്ങളിത് ഫിനിഷ് ചെയ്തു. എന്താ भैया प्रॉब्लम कुछ सीरियस है. ഒന്നുമില്ല. നിങ്ങൾ പണി നടക്കും. ആ, ठीक है. പയ്യാ മണ്ണ് പോരി കൊടു. പറഞ്ഞതുപോലെ പോയി നാണം കെട്ട് പോന്നു. അവരുടെയൊക്കെ കാൽ പിടിച്ച് പെണ്ണ് കഴിക്കാൻ നാണമില്ലായിരുന്നല്ലോടാ. അത് കഴിഞ്ഞില്ലേ ഇനിയിപ്പോ അതിനെ വിട്ടേക്ക്. സുഭാഷ് ചേട്ടന് വേണ്ടി പോയി അവര് പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ഒരു കാര്യമായിട്ട് കണക്കാക്കുന്നില്ല. പോരെ സുഭാഷ് ചേട്ടന് വേണ്ടി ഒരു പെണ്ണ് ചോദിക്കല് ഞാൻ രാവിലെ നിങ്ങളോടൊക്കെ എത്ര തവണ പറഞ്ഞാടാ. അപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ വയ്യ. അങ്ങനെ ഞാൻ പറഞ്ഞതിനൊരു വിലയില്ലല്ലോ. ഇതിപ്പോ പോയാൽ നിങ്ങൾക്ക് മാത്രമല്ല ഈ കുടുംബത്തിൽ തന്നെ നടക്കണം. ഇനി ആ ചാകട ശ്രമം അവന്റെ ആ ഗംഗാറിന്റെ ഓഞ്ഞ ചിരിയൂടെ ഞാൻ കാണണം. എന്റെ മോളെ ആ വീട്ടുകാരെ ഞങ്ങൾ തമ്മിലുള്ള പക ഈ ജന്മദിനം മുതല് ഈ വീടിനും പറമ്പിനും വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നവരാ എന്റെ ചേട്ടനും മക്കളും. എങ്ങനെങ്കിലും ഞാനും എന്റെ പിള്ളേരും തെരുവിലായ മതി ചിന്തിക്കുന്നവരാ. അവരുടെ വീട്ടിൽ തന്നെ പോയി നാണം കെട്ടും ചീഞ്ഞ മോന്തായിട്ട് വന്നല്ലോ നിങ്ങളൊക്കെ. അതല്ല സുനന്ദയ്ക്ക് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ട്. അവൾക്കത് ഇഷ്ടമല്ല. എന്നോട് അവള് തന്നെ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് കരുതിയത്. അതൊക്കെ എന്താ വിവരമില്ലേ? എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള ബുദ്ധിയില്ലേ? നിന്നോട് അങ്ങനെയൊക്കെ പറയും. എന്നിട്ട് അവർ കാണിച്ചു കൊടുക്കുന്ന ചെറുക്കന്റെ മുമ്പിൽ ചെന്ന് തല നീട്ടി വെച്ചു കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ നാണം കെട്ട് തിരിച്ചു വന്നത് മാത്രം മിച്ചം. അതെ മതി. ഈ കാര്യത്തിൽ ഇതിലും കൂടുതൽ ഇനി സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെങ്ങനെ പെരുമാറിയാലും നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമിച്ചു നോക്കി. അത്ര കരുതിയാൽ മതി. പിന്നെ ഇതിന് ഇത്ര വലിയ നാണക്കേട് തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഇതിലും നാണക്കേടുള്ള വകുപ്പ് ഈ വീട്ടിലുണ്ടല്ലോ. അതെ ഇനി അവർ ഞങ്ങൾ അപമാനിച്ചു തന്നെ. അതിനുള്ള കാരണം ആരാ? ആരാ? നിങ്ങൾ തന്നെ. നിങ്ങൾ ചെയ്തു വിട്ട കാര്യങ്ങളുണ്ടും നിങ്ങൾ ജയിലിൽ പോയതുകൊണ്ടാ ഞങ്ങൾ അനുഭവിക്കണമെന്നത്. നികേഷ് വേണ്ട വെറുതെ വഴക്കട നിൽക്കല്ലേ. വരുന്നുണ്ട്. വാ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് അവനെ വേണ്ടിട്ടല്ലേ? അവനോടുകൂടി പറഞ്ഞു കൊടുക്കുക. എന്താണ് നിങ്ങൾ ചെയ്തത്? തരാൻ പറഞ്ഞു കൊടുക്കടാ. അതെയൊന്നും അല്ലല്ലോ. ചെല്ല് എന്റെ മുമ്പ് വെച്ച് വിസ്തരിക്കണം എന്ന് വിചാരിച്ചിട്ടാ. ചെല്ല് നിങ്ങൾ എല്ലാവരുടെ പഞ്ചായത്ത് കൂടി ഒരു തീരുമാനത്തിലെത്ത്. സുരേന്ദ്രയുടെ വീട്ടിലേക്ക് പോയിരുന്നോ? ചോദിച്ചിട്ടില്ലേ? അങ്ങോട്ട് പോയിരുന്നോ? നിധി നീ പോയിരുന്നോ? അവിടെ നിങ്ങളുമായിട്ട് ബഹളം നടക്കുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞാ ഞാൻ പേടിച്ച് അവിടെ ചെന്നപ്പോഴേക്കും നിങ്ങൾ ആരും അവിടെ ഇല്ല. അതൊന്നുമില്ല സുഭാഷ് ചേട്ടാ. എന്തൊന്നുമില്ല. നീ ഇവരും കൂടി അവിടെ ചെന്ന് ബഹളം വെക്കുന്നു ഞാൻ കേട്ടതാണല്ലോ. എന്നിട്ടൊന്നുമില്ലല്ലോ. മര്യാദയ്ക്ക് കാര്യം പറഞ്ഞു. അയ്യോ മോനെ സുഭാഷേ, നിനക്ക് വേണ്ടി ഈ വീടിന്റെ മരുമകളും നിന്റെ സഹോദരന്മാരും കൂടി സുനന്ദയെ പെണ്ണ് ചോദിക്കാൻ പോയി നാണം കെട്ട് നാരായണകല്ലെടുത്ത് വന്ന് നിൽക്കുക. എന്താണ് അതൊക്കെ? പ്ലാൻ നിശ്ചയിച്ചത് ആർക്കിടെക്ട് നിധി. ഇവരെല്ലാം തലയാട്ടി പിന്നെ ആലോചിച്ചെന്നു. മുമ്പേ ഗമിക്കും ഗോവുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. ഇതുങ്ങളോടൊക്കെ എത്ര പറഞ്ഞാലും തലയിലോട്ട് കയറുന്നില്ല. എന്താണ് സുധീഷ് ഒക്കെ? ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ അങ്ങോട്ട് പോയെ? നിങ്ങളൊക്കെ കൂടി ഇരുന്ന് രഹസ്യം പറയുമ്പോ എന്തോ ഒപ്പിക്കാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയതാ. പക്ഷെ ഇതായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എടാ എന്നോട് ഒരു വാക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ? ചേട്ടാ ഒരു മിനിറ്റ്. സുനന്ദ ഏട്ടൻ ഇഷ്ടല്ലേ? ചേച്ചിക്ക് ചേട്ടന് ഇഷ്ടാ. അതുകൊണ്ടാണ് ഞങ്ങൾ പോയത്. സുഭാഷ് ചേട്ടാ നീ മിണ്ടായിരുന്നു. എടാ ഞാൻ പറഞ്ഞോ എനിക്ക് സുനന്ദ ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ പോയി പെണ്ണ് വെക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങളോട്. പിന്നെ എന്തിനാണ് എനിക്ക് വേണ്ടി പോയി നാണം കെട്ട് വന്നിരിക്കുന്നത്? നിങ്ങളോടൊക്കെ അവർ എത്ര മോശമായിട്ട് പെരുമാറി കാണുന്നത് എനിക്കറിയാം. എടാ ഒരു വാക്ക് പോലും ചോദിക്കാതെ എന്തിനാണ് അതിന് പോയി നിന്ന് കൊടുത്തത്? ഈ സുഭാഷ് ചേട്ടാ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് കരുതിട്ടാ. ചേട്ടാ വിട്ടേക്ക്. ഇതൊന്നും വലിയ കാര്യമാക്കണ്ട. എനിക്കത് വലിയ കാര്യം തന്നെയാണ്. എനിക്ക് വേണ്ടി എന്റെ അനിയന്മാര് അങ്ങനെ ഒരു സ്ഥലത്ത് പോയി അപമാനിക്കപ്പെടുന്നത് എനിക്ക് വലിയ കാര്യം തന്നെയാണ്. ഇതുവരെ എന്നോട് പറയാതെ ഒരു കാര്യം പോലും നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതെന്താ പുതിയൊരു വഴക്കം? സുഭാഷ് ചേട്ടാ ഞാനാ. മോളെ നീ കുറച്ചേരം മിണ്ടായിരിക്കും. എടാ നിങ്ങൾക്കെങ്കിലും എന്നോടൊന്ന് പറയാൻ തോന്നിയില്ലോ അല്ലേ? സുഭാഷ് ചേട്ടാ പോടാ. സുഭാഷ് ചേട്ടാ സോറി അവരിത്രയും മോശമായിട്ട് പെരുമാറും ഞാൻ കരുതിയില്ല. ആദ്യം വേണ്ട നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടാ മതിയായിരുന്നു. സാരില്ല അത് വിട് നമുക്ക് നോക്കാം. ഏട്ടത്തിന് നല്ലതിന് വേണ്ടി ചെയ്തല്ലേ? സാരമില്ല. നിധി ചേട്ടന്റെ ദേഷ്യമൊക്കെ കുറച്ചേരത്തേക്കുണ്ടാവും. ഇയാളൊന്നും കാര്യമാക്കണ്ട. സുഭാഷ് ചേട്ടാ പറമോളെ എന്താ വേണ്ട? നടന്ന കാര്യങ്ങൾക്ക് അവരാരും അല്ല കാരണം സുഭാഷ് ചേട്ടാ. ഞാൻ പറഞ്ഞിട്ടാ അവരതൊക്കെ ചെയ്യാൻ നിന്നത്. ആദ്യം അവരെല്ലാരും വരില്ലെന്ന് പറഞ്ഞതാ. ഞാനാ അവരെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയത്. എന്നോട് നോ പറയാൻ പറ്റാത്തോണ്ട് അവര് വന്നതാ. തെറ്റെന്റെ സുഭാഷ് ചേട്ടാ, അവരുടെ ഭാഗത്തല്ല. മോളെ എനിക്ക് എന്താ പറയേണ്ടെന്ന്. നീ എന്തിനാ അവരുടെ മുമ്പത്ത് നിന്ന് നാണം കിടന്നു? നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവരുതെന്നാ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീയും അവരും കൂടെ അവരുടെ വീട്ടിൽ പോയി നാണം കെട്ട് പോരേണ്ടി വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ എനിക്കാ സങ്കടം വരുന്നത്. സുനന്ദയ്ക്കും സുഭാഷ് ചേട്ടനും തമ്മിൽ ഇഷ്ടമാണെന്ന് അറിയാവുന്നോണ്ടാ ഞാൻ എല്ലാരും പോയി സംസാരിച്ചാൽ ഈഗോ ഒഴിവാക്കി അവർ കല്യാണം നടത്തി തന്നാലോന്ന് ഞാൻ കരുതി. എനിക്ക് അവളെ ഇഷ്ടമാണ്. ആ ഇഷ്ടം ആദ്യമൊക്കെ ഒളിച്ചു വെക്കാനാ ശ്രമിച്ചത്. നിങ്ങളുടെ കല്യാണത്തിന്റെ പാർട്ടിയുടെ അന്ന് അവള് നേരിട്ട് വന്നത് പറഞ്ഞതിന് ശേഷം അതങ്ങനെ എനിക്ക് ഒളിച്ചു വെക്കാൻ പറ്റാതെ. ഇയാൾ ഈ വീടിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ സന്തോഷമുണ്ട്. പക്ഷേ ഇങ്ങനെ സുഭാഷ് ചേട്ടന് വേണ്ടി പെണ്ണന്വേഷിക്കാനും കെട്ടിക്കാനും വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങോട്ട് വന്ന്. ഈ വീട്ടിലുള്ള ആളുകളുടെ ജീവിതം നന്നാക്കാൻ നടന്നാലേ അതിന് നേരം കാണും. നീ ഈ വീട്ടിൽ ഞങ്ങളോടൊപ്പം ജീവിക്കുന്നതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അത് തന്നെ വലിയൊരു പുണ്യ. അങ്ങനെ ഉള്ളപ്പോ ഞങ്ങൾ കാരണം നീ കൂടെ